ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ആടി സെയിലാണ് കേട്ടോ. ആടി സെയിൽ നിങ്ങൾ കുറേ പരസ്യം കണ്ടിട്ടുണ്ടാകും, കല്യാൺ സിൽക്സിൽ ആടി സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലും ആടി സെയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോയിൽ പറയുന്നത്. കുഞ്ഞു വീഡിയോ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു അബ്രോഡിലുള്ള പാർസൽ പാക്ക് ചെയ്യണം കേട്ടോ. പക്ഷേ ആൾക്ക് ഇതിപ്പോൾ അബ്രോഡിൽ എത്തൂല, പക്ഷേ ആൾ കസ്റ്റമർ അവിടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കാരണം കുറേ പേര് പിന്നെ ഫസ്റ്റ് തന്നെ കാര്യം ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചെയ്യാം. ഇനി ഇതേപോലത്തെ നമുക്ക് പുതിയ അപ്ഡേഷനുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം നമ്മൾ ഓർണമെൻറ്റ്സ്, അതായത് ഇപ്പോൾ റോസ് ഗോൾഡ് ആണെങ്കിലും അല്ലാതെ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ ഒരു ഉമ്മയും മോളും അല്ലെങ്കിൽ ഒരാൾ മാത്രം, അല്ലെങ്കിൽ മോൾക്ക് മാത്രം ആയിട്ട് ഒരു കൈച്ചെയിനും മോതിരോ അല്ലെങ്കിൽ കൈച്ചെയിനോ മോതിരോ അല്ലെങ്കിൽ കൈച്ചെയിനോ ചെയിനൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുമെന്ന് ചോദിക്കലുണ്ട്. എനിക്ക് പകുതി കസ്റ്റമർ ഇപ്പോൾ ഒരു 10 പേര് ചോദിക്കണമെങ്കിൽ 4 പേരൊക്കെ വാങ്ങലുള്ളൂ, ബാക്കിയുള്ള എൻക്വയറീസ് നടക്കുക. അപ്പോൾ എല്ലാവർക്കും ഷിപ്പിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷിപ്പിംഗ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അവരൊക്കെ പുറകോട്ടിരിക്കുകയാണ്. പക്ഷേ സത്യമാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം അവർ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകളും 1-2 ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചാലും 2-3 ഐറ്റംസ് വാങ്ങിച്ചാലും ഷിപ്പിംഗ് ചാർജ് 50 രൂപ വരുന്നുണ്ട്. 50-60 വെയിറ്റിനനുസരിച്ച്. അപ്പോൾ 60 രൂപ. അപ്പോൾ അവർ കരുതും ഇത് ഇത്ര റേറ്റ് കൊടുത്തിട്ട് എടുക്കണോ, കടയിൽ പോയിട്ട് എടുത്താൽ പോരെ, ഇതിവിടെ തന്നെ അങ്ങനെയൊക്കെ തോന്നൽ വരും. സ്വാഭാവികം, നിങ്ങളെ കുറ്റം പറയല്ല. അപ്പോൾ ഞാൻ എന്താ കരുതി, ഇനി മുതൽ ഇത് എത്ര വരെയെന്ന് ഞാനിതിൽ ഉറപ്പ് പറയുന്നില്ല. ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല, നോക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു കൊടുക്കും. അതെന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ നോക്കാം. ഓൺലി ഓർണമെൻറ്റ്സ്, അതായത് പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസും റോസ് ഗോൾഡിൻ്റെ ഐറ്റംസും മാത്രം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബൺ ഐറ്റംസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷിപ്പിംഗ് വേണ്ടി വരും. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ഐറ്റംസ് എടുക്കുകയാണെങ്കിലും എക്സ്ട്രാ ഷിപ്പിംഗ് വരും. ഓൺലി ഓർണമെൻറ്റ്സ്, അതായത് റോസ് ഗോൾഡിൻ്റെ ബാംഗിൾസ്, റോസ് ഗോൾഡിൻ്റെ മോതിരം, റോസ് ഗോൾഡിൻ്റെ ചെയിൻ, ഇതൊക്കെ. അത് എത്ര രൂപയ്ക്കെന്ന് വെച്ചാൽ ചുരുങ്ങിയതെങ്കിലും, അതായത് മിനിമം 1000 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം. 1000 രൂപയ്ക്ക് അതിന് മുകളിൽ എത്രയാണെങ്കിലും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അത് ഇന്ത്യയിലെല്ലായിടത്തും നമ്മൾ ഒരേ ഷിപ്പിങ്ങിൽ തന്നെ നമ്മൾ അയച്ചു കൊടുക്കും. ലക്ഷദ്വീപിലാണെങ്കിലും ആൻഡമാനിലാണെങ്കിലും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞു ഫ്രീ ഷിപ്പിംഗ് ചുരുങ്ങിയത് 1000 രൂപയ്ക്കെങ്കിലും എടുക്കണം. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇങ്ങനെ 1000 രൂപയ്ക്ക് എടുക്കാമെന്ന്. കാരണം ഒരു വീട്ടിലൊരാൾ, ഇപ്പോൾ നിങ്ങളെന്താണെങ്കിലും ഒരാളാണെങ്കിലും കയ്യിലും കാലിലും കഴുത്തിലൊക്കെ ഇടുമ്പോൾ തന്നെ എത്ര അത്യാവശ്യം ആയല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണക്കൂട്ടി അറിയും. പിന്നെ അതിൻ്റെ ഇടയിൽ മോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കസിൻസിന്, കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഫ്രണ്ട്സിന് ഒന്നിച്ചിരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഒന്നിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് കൂടിയിട്ടൊക്കെ ഒരാൾക്ക് മാത്രം വന്നാൽ മതിയല്ലോ. ഷിപ്പിംഗ് ചാർജ് ഒന്നിൽ തന്നെ വരുമല്ലോ. നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത്. എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വീണ്ടും ഹെയർ ആക്സസറീസ് അതിൽ ഉൾപ്പെടുത്തൂല, ജ്വല്ലറി കിറ്റ് ഉൾപ്പെടുത്തൂല, ഒന്നും. അങ്ങനെ ഉൾപ്പെടുത്താണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് വേണ്ടി വരും. അതാണ് മുൻകൂട്ടി ഞാൻ പറയുന്നത്. എക്സ്ട്രാ ഷിപ്പിംഗ് വേണ്ടി വരും. ഇത് എത്രത്തോളം മുന്നോട്ട് പോകും, എത്ര വർഷത്തേക്കോ എത്ര മാസത്തേക്കോ ഒന്നുമില്ല. ഡിസംബർ 1-ാം തീയതി മുതലാണ് ഈ ഒരു അവൈലബിലിറ്റി ഉണ്ടാകുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോസിലാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് എൻ്റെ ഐറ്റംസുകളുള്ളത് നമ്മൾ ഷെയർ ചെയ്യുക കേട്ടോ. അതൊക്കെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു.